T20 വേൾഡ് കപ്പ് 2026 ഇന്നത്തെ മത്സരം മൂന്നാല് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതില് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരം കണ്ടിരുന്നു. എന്താ ത്രില്ലിങ് മത്സരമായിരുന്നു എന്നറിയുമോ? പറയാതിരിക്കാൻ മേല. സൗത്ത് ആഫ്രിക്ക 187 റൺസ് ആദ്യം ബാറ്റ് ചെയ്ത് നേടി. അതിനകത്ത് ഡീകോക്ക്, റിക്കൽട്ടൺ, പിന്നെ ബ്രവിസ് അതുപോലെയുള്ള താരങ്ങളൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്തതിന്റെ ഭാഗത്തിലാണ് 187 റൺസ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി അഫ്ഗാനിസ്ഥാൻ റഹ്മത്തുള്ള ഗുർബാസിന്റെ അത്യുഗ്ര പ്രകടനത്തോടുകൂടി വെടിക്കെട്ട് ബാറ്റിംഗ്, അതുപോലെ ഒരു ബാറ്റിങ്ങിൽ ബാക്കിയുള്ളവർ സപ്പോർട്ടിലും കൂടെ കാര്യമായ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ഇടയ്ക്ക് റഷീദ് ഖാന്റെ ഒരു 20, പിന്നെ അങ്ങനെ കുറച്ച് താരങ്ങളുടെ റൺസ് ഒക്കെ കിട്ടി. എന്തായാലും 187 റൺസ് വരെ എത്തിയിരുന്നു. അങ്ങനെ സ്കോർ ടൈ ആയി. സൂപ്പർ ഓവർ വന്നു. ആദ്യത്തെ സൂപ്പർ ഓവർ ടൈ ആയി. രണ്ടാമത്തെ സൂപ്പർ ഓവർ വന്നു. എന്ത് മാച്ചായിരുന്നു അറിയാം. സെക്കൻഡ് സൂപ്പർ ഓവറിൽ പോലും ജയിക്കാൻ എന്താ പറയാ 24 റൺസാണ് സൗത്ത് ആഫ്രിക്ക വെച്ച് നീട്ടിയത്. എന്നിട്ടും ഗുർബാസ് കയറി അവരെ ഞെട്ടിച്ചു. ആദ്യം കളിച്ച 3 ബോൾ തന്നെ 6 അടിച്ച് 18 റൺസ് നേടി. പിന്നീട് അവസാനത്തെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ബോളിലും ഒക്കെ ആയിട്ടാണ്, അല്ലെ അവസാന ബോളിൽ ഗുർബാസിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്ന് കളി വഴുതിപ്പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമില്ലാത്ത രണ്ട് ടീം തന്നെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക ഒരിക്കലും ഒരു ഭാഗ്യമുള്ള ഒരു ടീമായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ്. എന്നിരുന്നാലും ഭാഗ്യമില്ലാത്ത ടീം എന്നൊരു വിളിപ്പേര് അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ മത്സരം. അഫ്ഗാനിസ്ഥാനും കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇടയ്ക്ക് ഓരോ മത്സരങ്ങൾ വിട്ടുകളയും നമ്മൾ കാണാറുള്ളൂ. അങ്ങനെ ഭാഗ്യമില്ലാത്ത രണ്ട് ടീമുകളുടെ മത്സരങ്ങൾ എന്താ പറയാ ഫലം മാറി മറിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്ന് ആര് ജയിക്കും എന്നുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഗൂസ് ബംസ്, നമ്മുടെ രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയത്തില്ലേ, നമുക്കിങ്ങനെ അതുപോലെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മത്സരമായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരുന്നു. പക്ഷെ നിർഭാഗ്യം അവരെ പിന്തുടർന്നു. നിർഭാഗ്യവശാൽ അവർ തോറ്റു പോവുകയായിരുന്നു. ഈ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്, ഈ 2026 T20 വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഇത്രയ്ക്ക് ത്രില്ലടിപ്പിച്ച ഒരു മാച്ച് വേറെ കണ്ടില്ല. വരും ദിവസങ്ങളിൽ വേറെ മത്സരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് ഇതിലും ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചുകൾ ഉണ്ടാവും. പക്ഷെ ഇത്രയ്ക്ക് ത്രില്ലിംഗ് കൊണ്ടുവന്നൊരു മത്സരം ഈ അടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം 2 സൂപ്പർ ഓവറുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേക്ക്. സ്കോർ ലെവലാകുന്നു. ആദ്യത്തെ സൂപ്പർ ഓവർ ലെവലാകുന്നു. രണ്ടാമത്തെ സൂപ്പർ ഓവറിലാണ് അഫ്ഗാനിസ്ഥാൻ എന്താ പറയുന്നത് ജയം വിട്ടുകൊടുത്തത്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ഗുർബാസിനെ നമുക്ക് എന്താ പറയാ നമിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് ഗുർബാസ്. IPL അവിടെയും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ അഫ്ഗാനിസ്ഥാൻ ഇപ്പം ഏകദേശം 2 കളി തോറ്റു ഒരു പുറത്താകുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്നാലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഫൈറ്റ് പറയാതിരിക്കാൻ മേല. നല്ലൊരു മാച്ചായിരുന്നു. അതിനുശേഷം പിന്നീട് ഓസ്ട്രേലിയ അയർലൻഡ് മാച്ച് ഉണ്ടായിരുന്നു. അവിടെയും ഓസ്ട്രേലിയക്ക് അയർലൻഡ് വെല്ലുവിളിയാകും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അയർലൻഡ് ഒരിക്കലും ഒരു വെല്ലുവിളിയായില്ല. ആദ്യം തന്നെ തുരിതര 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി. അതിനുശേഷം ചെറിയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായെങ്കിലും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു മത്സരം. അതിൽ ഓസ്ട്രേലിയ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തിയിരുന്നു. എന്തായാലും ഇപ്പം ഇന്നത്തെ ദിവസം ത്രില്ലടിപ്പിച്ചത് സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനുമാണ്. അപ്പം എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഒരുപോലെ ഉറ്റുനോക്കി കണ്ട് ആവേശത്തിന് കൊടുമുടിയിലെത്തിയ ഒരു മത്സരമാണ് കുറച്ച് നേരം മുന്നേ, അല്ലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അവസാനിച്ചത്. ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ പറയാം. 2020 മത്സരങ്ങളിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം സമ്മാനിച്ച സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാകും ഉറപ്പായിട്ടും. താങ്ക് യു.